ദഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല അല്ലേ? അതെ, നിങ്ങൾക്ക് ദഹിക്കുകയില്ല, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ മറന്നുപോയോ? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആരെങ്കിലും യഥാർത്ഥ സമസ്തയോടൊപ്പം വേദി പങ്കിട്ടാൽ നിങ്ങൾ ബഹിഷ്കരണം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. മറക്കരുത്. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത കാരണത്താൽ മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എംഎൽഎയുമായിരുന്ന സി മമ്മൂട്ടിയെ നിങ്ങൾ തടഞ്ഞുവെച്ചു. കാരന്തൂർ മർക്കസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത കാരണത്താൽ മുസ്ലിം ലീഗ് നേതാവും തിരുവമ്പാടി എംഎൽഎയുമായിരുന്ന സി മോയിൻകുട്ടിയെ നിങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷേ കാലം മാറി. മഹാനായ പാണക്കാട് തങ്ങളെ തടഞ്ഞുവെക്കാനും ബഹിഷ്കരിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ മുജാഹിദ് പുരോഹിതനെ സമീപിച്ചോ രാഷ്ട്രീയക്കാർ അച്ചടിച്ചു വിട്ട പത്രങ്ങളും മാസികകളും ഞങ്ങളുടെ തലയിൽ വെച്ചുകെട്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചതോ? നിങ്ങളുടെ ആ ക്രൂശിത ശ്രമം കേരള ജനത ഒന്ന് കേൾക്കട്ടെ. എത്ര തോന്നിവാസങ്ങൾ ഇവർ അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ പാണക്കാട് തങ്ങളെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാക്കി എഴുതിയതിന്റെ രേഖ. മുമ്പ് അസ്ഹറിൽ പഠിക്കാൻ പോയി വഴിതെറ്റി വന്ന തങ്ങളെയാണ് ഇന്ന് മുസ്ലിം സമൂഹം ആത്മീയ നേതാവായി ചിത്രീകരിച്ചതെന്ന് ആരോപിക്കാൻ നിങ്ങളുടെ മനസ്സ് അത്ര മലിനമായതുകൊണ്ടല്ലേ കഴിഞ്ഞത്? കേട്ടോ, നിങ്ങൾ ഈ പുസ്തകത്തിൽ കേട്ടോ, ഈ വാരികയിൽ മുസ്ലിംകളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. സുന്നി വേദി എന്ന രാഷ്ട്രീയക്കാർ അച്ചടിച്ചു വിട്ട പത്രവുമുയർത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ മുജാഹിദ് പാതിരിമാർ ശ്രമിച്ചു. പക്ഷേ ആ കബളിപ്പിക്കൽ ശ്രമം സുന്നി കേരളത്തിന്റെ ആവേശമായ സംവാദ ഗണ്ണന മുഖാമുഖങ്ങളിലൂടെ അഹ്ലുസുന്നയുടെ അഭിമാന താരമായി മാറിയ പേരോട് ഉസ്താദ് നാദാപുരത്ത് ജനസമക്ഷം തുറന്നുകാട്ടിയതാണ്. ഇനിയിതാ മുജാഹിദ് പാതിരിമാർ നൽകിയ സുന്നി വേദി എന്ന സുന്നി വെടി ഇവിടെ ഒരിക്കൽ കൂടി പൊട്ടുകയാണ്. അസൂയാലുക്കളെ നെട്ടരുത്. തങ്ങന്മാരെ ആലിമീങ്ങളെ ചീത്ത പറയുന്നത് ഏറ്റവും പ്രസംഗിക്കുന്ന ആളാണ്. ഒരിക്കലും എന്റെ ജീവിതത്തിൽ രാവിലെ തങ്ങളുടെ ആലിമിനെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൂപ്പർക്ക് എന്ത് വേണോ, നമ്മൾ പാണക്കാട് തങ്ങളെ ചീത്ത പറഞ്ഞെന്ന് വരുത്തിത്തിരുത്തണം. അതിനെന്താ ചങ്ങാതി ചെയ്തതെന്ന് വെച്ചാല്, ചങ്ങാതി നമ്മളെ ഒരു പ്രസിദ്ധീകരണത്തിൽ SYS-ന്റെതോ SSF-ന്റെതോ ജമിയത്തുൽ മുഅല്ലിമിന്റെതോ അങ്ങനെ നമ്മൾ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പത്രവും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അയാളെ കയ്യിലില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, രാഷ്ട്രീയക്കാരുടെ ഒരു പത്രം, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയതും പണ്ട് നാട്ടിക മൂസ മൗലവിയാണ് ആദ്യത്തെ പ്രസിഡന്റ്. പിന്നീട് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് ആ പാർട്ടിയിൽ. അതിന്റെ പേരാണ് MDP എന്ന് പറയും. അത് ഈ ചെറുപ്പക്കാർ കുട്ടികളൊന്നും അറിയില്ല, കുറെ കൊല്ലം മുമ്പാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ, ആ MDP എന്ന് പറയുന്ന ആ സംഘടന, രാഷ്ട്രീയ സംഘടന ഞാനുമായിട്ട് വളരെ തെറ്റിയ ഒരു സംഘടനയാണ്. കാരണം അവർ
രാഷ്ട്രീയം സുന്നിന്റെ പേരിൽ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് അത് സുന്നി കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ സുന്നത്തിമാരുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പ്രസംഗിച്ച് അവസാനം കൂടി അവർ പൊട്ടിപ്പൊളിഞ്ഞപ്പോ ഒരിക്കൽ കോഴിക്കോട്ടെ പ്രസംഗം മർഹൂം MDP എന്ന് പറഞ്ഞു ഞാൻ. ആ MDPന്റെ ആൾക്കാർ അവര് എന്ത് ചെയ്തു, പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കടുത്ത തോന്നിവാസമാണ് അവർ എഴുതിയത്. ആ എഴുതിയത് നമ്മുടെ പ്രസിദ്ധീകരണത്തിലാണ് ഒരു മൗലവി പറയാണ്. മൗലവി ആദ്യം നിങ്ങളെ പുസ്തകത്തിൽ തന്നെ, പിന്നെ ഒരിക്കൽ പറഞ്ഞ് നിങ്ങളെ മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ തന്നെ, പിന്നെ പറഞ്ഞ് പുസ്തകത്തിൽ തന്നെ, പിന്നെ പറഞ്ഞ് വാരികയിൽ തന്നെ. കാരണം മൂപ്പർക്ക് എന്താ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇത് മൂപ്പർക്ക് ഒരിക്കലും എന്റെ പേര് പറഞ്ഞില്ല. പേര് സുന്നി വേദീന പേര് പറഞ്ഞാലോ ഇത് നമ്മളെല്ലാം എല്ലാവർക്കും മനസ്സിലാവും. ലീഗിന്റെ വിരുദ്ധം ചേരിക്കാരായ ഒരു രാഷ്ട്രീയക്കാരാണ്, ആർക്ക് മനസ്സിലാവും. മൂപ്പർ പേര് പറഞ്ഞില്ല. പക്ഷെ മൂപ്പർ ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ എന്തായി എന്നറിയാം, നിങ്ങൾ സ്ക്രീനിൽ സുന്നി വേദിയിൽ നിങ്ങൾ വന്ന് അവന്ന് നോക്കിക്കോളി നിങ്ങളെ പേര് പറയാതെ വായിക്കുന്നത് വെച്ചാൽ വായിക്കുന്നത് കേട്ടെ. പ്രസിദ്ധീകരണത്തിൽ വായിക്കുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോ. ആരാ കണ്ണന്മാരെ ചീത്ത പറയുന്നത്, ആരാ പാണക്കാട്ടത്തങ്ങളെ ചീത്ത പറഞ്ഞത്? ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഞങ്ങൾ ആശയത്തിൽ വിയോജിപ്പുള്ളവരാണ്. ആ ആശയത്തെ ശക്തമായി ചോദ്യം ചെയ്യാറുമുണ്ട്. പക്ഷേ ഞങ്ങൾ ചീത്ത വിളിക്കാറില്ല. കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ, കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ, കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ മുസ്ലിംകളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ള നബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ഈ തോന്നിവാസം ഈ രാഷ്ട്രീയക്കാരെ എഴുതിയത് നമ്മളെ തലയിൽ വെച്ചിട്ടാണ്. ഒരിക്കൽ പറയുന്ന പുസ്തകം, ഒരിക്കൽ പറയുന്ന വാരിക, ഒരിക്കൽ പറയുന്നത് അടുത്ത പ്രസിദ്ധീകരണം. എന്തൊരു പറഞ്ഞിട്ടുള്ളത്, എന്തൊരു വർത്താനം പറയുന്നത്. ഇനി സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ കുറ്റം പറയുന്ന തൊഴിൽ ആർക്കാണുള്ളതെന്ന് കേരള ജനത ഒന്ന് കേൾക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് വലിയ വിഷയമാണ്. ഇത് വലിയ വിഷയമാണ്. നേതാക്കൾ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നേതാക്കളിൽ കുറ്റം കണ്ടുപിടിക്കരുത്, ആലിമീങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കരുത്, നേതാക്കളിൽ കുറ്റം കണ്ടുപിടിക്കരുത്. അത് മാത്രം നമ്മളെ പണിയാകരുത്. നമ്മളെ പണി എങ്ങനെയാ, നമ്മളെ പണി എങ്ങനെയാ, നമ്മളെ പണി എങ്ങനെയാ? അത് നമ്മുടെ നാശമാണ്, അത് നമ്മുടെ നാശമാണ്. അതെ, താങ്കളുടെ തൊഴിൽ എന്താണെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലായി. പക്ഷേ താങ്കളുടെ സ്തുതിപാഠകൻ താങ്കളെ പരിചയപ്പെടുത്തുന്നതോ സംവാദ ഖണ്ഡന സ്റ്റേജുകളെക്കാൾ അഹ്ലുസുന്നയുടെ പ്രചാരണ പ്രവർത്തനത്തിന് അനുയോജ്യമായ മാർഗം ഖുർആൻ പഠനം ജനകീയമാക്കലാണെന്ന തിരിച്ചറിവിലൂടെ ഖുർആൻ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത പണ്ഡിതൻ. സ്തുതിപാഠകന്മാരെ കേട്ടിട്ട് പിഴച്ചുപോയവരാണ് പല ആളുകളും. അതാണ് സ്തുതിപാഠകന്മാരെ നിയന്ത്രിക്കാൻ ഹബീബായ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആളുകളും അങ്ങനെ നയിച്ചത്. പ്രശംസ ചൊരിയുന്നവരുടെ മുഖത്തേക്ക് മണ്ണെറിയണമെന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. താങ്കളുടെ സ്തുതിപാഠകന്മാരുടെ മുഖത്ത് മണ്ണെറിയുന്നതിനു മുമ്പ് മൗലവി സ്തുതിപാഠകൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. ലക്ഷങ്ങൾക്കറിയാം ഉസ്താദിന്റെ നാവിലൂടെ ഒഴുകിയെത്തുന്നത് അറിവിന്റെ ബഹറാണെന്ന്. ദീനിനോ സമൂഹത്തിനോ നല്ലതല്ലാത്ത ഒരു വാക്കുപോലും ഉസ്താദിന്റെ ക്ലാസ്സിൽ മുഴങ്ങിയിട്ടില്ല. ഓ മൗലവി, എന്നാണ് താങ്കൾ അറിവിന്റെ ബഹറായി മാറിയത്? ഇനി താങ്കളുടെ നാവിലൂടെ ഒഴുകിയെത്തിയ അറിവിന്റെ ബഹറ് അല്പം കേരള ജനത ഒന്ന് കേൾക്കട്ടെ. സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കോമാണ്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്ത ഒരു കോമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായുണ്ട് രണ്ട് ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ലാത്ത മുസ്തഫ നബി പറഞ്ഞു. ലക്ഷങ്ങൾക്കറിയാം ഉസ്താദിന്റെ നാവിലൂടെ ഒഴുകിയെത്തുന്നത് അറിവിന്റെ ബഹറാണെന്ന്. ദീനിനോ സമൂഹത്തിനോ നല്ലതല്ലാത്ത ഒരു വാക്കുപോലും ഉസ്താദിന്റെ ക്ലാസ്സിൽ മുഴങ്ങിയിട്ടില്ല.